പ്രിയമുള്ളവരെ, സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വിത്തുകൾ പാകി ഭൂമിയെ സ്വർഗമാക്കാൻ വീണ്ടും ഒരു ക്രിസ്തുമസ് കൂടി വന്നെത്തിയിരിക്കുന്നു. മഞ്ഞിൻ്റെ കുളിര്, നക്ഷത്രങ്ങളുടെ തിളക്കം, പുൽക്കൂടിൻ്റെ പുതുമ, പാതിരാ കുർബാനയുടെ പവിത്രത എന്നിവയൊക്കെ സമ്മാനിക്കുന്ന ഈ ക്രിസ്തുമസ് നാളുകൾ യഥാർത്ഥത്തിൽ പ്രകാശത്തിൻ്റെ ഉത്സവ ദിനങ്ങൾ തന്നെയാണ്. അതെ, ഓർമ്മകൾക്ക് സുഗന്ധവും കാഴ്ചകൾക്ക് തിളക്കവും ഹൃദയങ്ങൾക്ക് ശാന്തിയും സമാധാനവും സന്തോഷവും പ്രദാനം ചെയ്യുന്ന ഈ ക്രിസ്തുമസ് നാളുകൾ യഥാർത്ഥത്തിൽ ലോകത്തിന് മുഴുവൻ പ്രകാശം ചിരിയാൻ വന്ന രക്ഷകന്റെ ജന്മദിനം തന്നെയാണ്. പാപക്കറകളാലും അന്ധകാരത്തിന്റെ ആധിപത്യത്തിലുമായിരുന്ന ലോകത്തിനു മുൻപിലേക്ക് എളിമയുടെ, ദാരിദ്ര്യത്തിന്റെ, ലാളിത്യത്തിന്റെ മാതൃക സമ്മാനിച്ചുകൊണ്ട് കാലിത്തൊഴുത്തിൽ ഉണ്ണിയേശു പിറന്നിരിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞു വെക്കുന്നു, അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു. മരണത്തിന്റെ മേഖലയിലും നിഴലിലും സ്ഥിതി ചെയ്തിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തിരുന്നു എന്ന്. അതെ, ദുഃഖങ്ങളുടെ, സഹനങ്ങളുടെ, സാമ്പത്തിക പരാധീനതകളുടെ, ജീവിത വ്യഗ്രതകളുടെ അന്ധകാരം നിഴലിക്കുമ്പോൾ നമുക്ക് മുൻപിൽ പ്രതീക്ഷയുടെ, പ്രത്യാശയുടെ പ്രകാശം നൽകുവാനായിട്ട് ഉണ്ണിയേശു ക്രിസ്തുമസായി അവതരിച്ചിരിക്കുന്നു. ക്രിസ്തുമസ് എന്നത് ആഘോഷത്തിനപ്പുറം സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും ഒത്തുചേരലാണ്. ഇതിലൂടെ നാം മറ്റുള്ളവരിലേക്ക് നൽകുന്ന സ്നേഹത്തിൻ്റെ സംസ്കാരം അവരിൽ നിറയ്ക്കുന്നത് ലോകത്തിൻ്റെ പ്രകാശമായ ക്രിസ്തുവിൻ്റെ സ്നേഹം തന്നെയാണ്. ലോകത്തിന് മുഴുവൻ നന്മ ചെയ്യാനായിട്ട് ദൈവം മനുഷ്യനായി അവതരിച്ച ഈ ക്രിസ്തുമസ് മാനവികതയുടെ അനിവാര്യതയെ ഓർമ്മപ്പെടുത്തുന്ന പൊൻസുദിനം തന്നെയാണ്. 1000 പുൽക്കൂട്ടിൽ ഉണ്ണി പിറന്നാലും എൻ്റെ ഹൃദയത്തിൽ ഉണ്ണി പിറന്നില്ലെങ്കിൽ എന്ത് പ്രയോജനം? അതെ, ഈ ക്രിസ്തുമസ് പ്രകാശത്തിൻ്റെ നവം ചൈതന്യം വിരിയിക്കുന്നതാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് മിഷൻ.